أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين. وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. فلنذيقن الذين كفروا عذابا شديدا ولنجزينهم أسوأ الذي كانوا يعملون. ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس لعلهم تحت أقدامنا. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഫുസ്സിലത്തിലെ 21-ാമത്തെ ആയത്ത് മുതൽ 29-ാമത്തെ ആയത്ത് കൂടിയ ഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കീ ജീവിതഘട്ടത്തിലാണ് ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഈ ഭാഗത്ത് വിശദമായി പറയുന്നത്. മക്കയിൽ നബി ജീവിച്ച കാലത്ത് മദീനക്കാരായ ആളുകളല്ല അവരുടെ മുമ്പിലുള്ളത്. തികച്ചും വ്യത്യസ്തമായ രണ്ട് ജനവിഭാഗങ്ങളാണ്. മക്കീ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികളാണ് അവരുടെ മുഖ്യമായ ചർച്ചാ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഭാഗത്തെയും വളരെ ശക്തമായി പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പരിശോധിക്കാം. ഖാലു അവർ പറയുന്നു, ജുലൂദിഹിം അവരുടെ ജുലൂദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന്റെ ശരീരവും അവൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ മുഖ്യമായ വിഷയം. അതാണ് അവർ പറയുന്നത്.
ചർമ്മങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജുലൂദ് എന്ന ചർമ്മങ്ങൾ. ഭീമശഹിത്തും നിങ്ങൾ എന്തിനാണ് സാക്ഷി പറയുന്നത്? അവർ പറയുന്നു ജുലൂദിഹിം അവരുടെ ചർമ്മങ്ങളോട്, ഭീമശഹിത്തും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചർച്ച പറയുന്നത്, സാക്ഷ്യം പറയുന്നത് എന്താണ്? കാലു അപ്പൊ അവർ പറഞ്ഞു അന്തക്കനല്ലാഹുല്ലദീ അന്തക കുല്ല ഷൈഇൻ. അന്തക്കനല്ലാഹു അള്ളാഹു ഞങ്ങളെ കൊണ്ട് പറയിക്കുകയാണ്. അല്ലദീ അന്തക്കനല്ലാഹു അള്ളാഹു പറഞ്ഞവരെ, അല്ലദീ അന്തക്കനല്ലാഹു അള്ളാഹു പറഞ്ഞതിനെ സംബന്ധിച്ച് കുല്ല ഷൈഇൻ ഓരോ കാര്യവും, വഹുവ ഖലഖക്കും അവൻ സൃഷ്ടിച്ചവനാണ്. സാധാരണഗതിയിൽ നമ്മൾ ഖുർആനിന്റെ മക്കയിലും മദീനയിലും ഒക്കെ പഠിപ്പിക്കുന്നതിൽ മനുഷ്യന്റെ ചർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം പൂർണ്ണമായി, മനുഷ്യ ശരീരം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ സംസാരം, തൊടല്, പിടിക്കല്, ഇരിക്കല് ഒക്കെ, അങ്ങനെ ശരീരത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും നിശ്ചലങ്ങളും അതൊക്കെ പറയാണ്. അപ്പം ആരും അവർ ചോദിക്കുന്നു ലിമ ജുലൂദിഹിം, നിങ്ങൾ എന്തിനാണ് നമ്മുടെ ചർമ്മങ്ങളെ പറ്റി എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് ജുലൂദ്? ലിമശഹിത്തും നിങ്ങൾ എന്തിനാണ് സാക്ഷ്യമായി പറയുന്നത് അറിയാ നമ്മളെ പറ്റിയിട്ട്? ഇത് രണ്ടും അല്ലാഹു തആല അറബികൾ ആയ ആളുകൾ അവരോട് ചോദിക്കുകയാണ്. ആരും അപ്പൊ അവർ പറയുന്നു അന്തക്കനല്ലാഹു, ഞങ്ങൾ പറയല്ല, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുകയാണ്. അല്ലദീ എങ്ങനെയുള്ള അള്ളാഹു ആണ്? അന്തക കുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളെയും സംസാരിപ്പിക്കുന്നു, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്നു. അന്തക സംസാരിപ്പിച്ചു. വഹുവ ഖലഖക്കും അവൻ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനാണ്. അവ്വല മറത്തിന് ആദ്യ തവണ മനുഷ്യനെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് ആ കാര്യമാണ്. അപ്പോൾ ഇലൈഹി തുർജഊൻ, അവരിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചത് അതിൻ്റെ മറുപടിയാണ്. ഞങ്ങളുടെ ചിട്ടയിൽ പറയുന്നതല്ല, ഞങ്ങളുടെ കാര്യങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയല്ല, പറയിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് അല്ലാഹു തആല പറയിക്കുകയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും. അത് ഞങ്ങളുടെ അടുത്തുള്ള കുറ്റമല്ല, ഞങ്ങളുള്ളത് അങ്ങനെ പറയാണ്. അപ്പം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, ചാടുന്നത്, ഓടുന്നത്, എന്ത് പറയുന്നു അതെല്ലാം പരലോകത്ത് മറുപടി പറയേണ്ടി വരുമെന്നാണ്. എല്ലാറ്റിനെ കുറിച്ചും മറുപടി പറയേണ്ടി വരും. ആ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ സംസാരത്തിൻ്റെ അർത്ഥത്തിലൊക്കെ ഉണ്ട്. അപ്പം അതാണ് അവർ പറഞ്ഞത് അന്തക്കനല്ലാഹുല്ലദീ അന്തക കുല്ല ഷൈഇൻ. എല്ലാ വസ്തുക്കളെയും എങ്ങനെയാണോ അല്ലാഹു സൃഷ്ടിച്ചത് അതുപോലെയാണ്. ഞങ്ങളുടെ കുറ്റമല്ല. വൈലൈഹി തുർജഊൻ, ഞങ്ങളത് തിരിച്ചും മടക്കപ്പെടുന്നു. അങ്ങനെയാണ്. മാകുന്തും ദസ്തതിറൂന, നിങ്ങൾ പാപങ്ങൾ വെച്ച് പറയുന്നു. നിങ്ങൾ പാപങ്ങൾ വെച്ച് പറയുന്നു. മാകുന്തും ദസ്തതിറൂന അന്യഷതായിരിക്കും, ഞങ്ങളോട് പറയുന്നതിനെ പറ്റി അന്യഷതായിരിക്കും ഞങ്ങളോട് പറയുകയാണ്. അഷത സാക്ഷ്യം വഹിച്ചു, അന്യഷതായിരിക്കും ഞങ്ങളെ കൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. സമഅക്കും നമ്മുടെ കേൾവി, ഔലാദുക്കും നമ്മുടെ കണ്ണുകൾ, ജുലൂദുക്കും നമ്മളുടെ ചർമ്മം. ഇത് വലിയ വിഷയമാണ്. ഖുർആനിൽ മക്കയിലും മദീനയിലുമായി വന്ന ഖുർആനിക വചനങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയാണ് മനുഷ്യന്റെ കണ്ണിനെ പറ്റിയും അവൻ്റെ ജുലൂദിനെ പറ്റിയും കേൾവിയെ പറ്റിയും. അപ്പം എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അതെല്ലാം ഒരു കാലം മുതൽ നമ്മുടെ കാതിൻ്റെ ചർമ്മങ്ങൾക്ക് അതങ്ങനെ പറയേണ്ടി വരികയാണ്. കാതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ വർത്തമാനങ്ങൾ, അതുപോലെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ ജുലൂദ് ചർമ്മങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല സാക്ഷി വഹിക്കുകയാണ്. ഇതെല്ലാം സാക്ഷി പറയുന്നു. വലാകിൻ വലൻതും, നിങ്ങൾ വിചാരിക്കുന്നുവോ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യഅലമു, അവൻ അറിഞ്ഞുകൂടാ, കസീറൻ മിമ്മാ തഅമലൂൻ, അവർ പറയുന്നതിൽ അധികം പേരും അവർക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മുടെ കാതും നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചപ്പാടും, അതുപോലെ നമ്മുടെ ജുലൂദ് തന്നെയാണ് ചർമ്മം. ആ കാതിൻ്റെ പ്രവർത്തനവും കേൾവിയുടെ പ്രവർത്തനവും എല്ലാം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയലും.
അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ കേട്ടു എന്നത് നമുക്ക് മറുപടി പറയണം, എന്തെല്ലാം കണ്ടു എന്നത് മറുപടി പറയണം, എന്തെല്ലാം നമ്മൾ കേട്ടു കണ്ടു, പിന്നെ ചർമ്മങ്ങളെ പറ്റിയും. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ, മനുഷ്യൻ്റെ കേൾവി, കാഴ്ച, ചർമ്മം, ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പൂർണ്ണമായും നമുക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കേൾക്കുന്നത് എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കുന്നതെല്ലാം കേൾക്കാതല്ല, ചിലത് കേൾക്കാൻ പാടില്ലാത്തതായിരിക്കും. അപ്പം നമ്മൾ എഴുന്നേറ്റ് പോകണം. അങ്ങനെയാണ് അതിൻ്റെ രീതി, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്. അതുപോലെ ചിലത് നമ്മൾ കാണേണ്ടി വരും, കാണാൻ പാടില്ലാത്തുണ്ടാവും, അപ്പോൾ എഴുന്നേറ്റ് പോകണം. അതുപോലെ നമ്മൾ കാഴ്ചപ്പാടുകളെല്ലാം അങ്ങനെ ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാക്കിൽ നിരത്തും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു അന്നല്ലാഹ യഅലമു, അള്ളാഹു അറിയുന്നു, കസീറൻ മിമ്മാ തഅമലൂൻ, പ്രവർത്തിക്കുന്നതിൻ്റെ അധികം പറ്റും. ദാലിക്കും നിങ്ങൾ വന്നുക്കും, നിങ്ങൾ വിചാരിക്കുന്നു, അല്ലദീന വനന്തും റബ്ബിക്കും, നിങ്ങൾ റബ്ബിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അത് നിങ്ങൾ പറയുന്നു. റബ്ബിക്കും വാർദാക്കും, നിങ്ങൾ നശിച്ചിരിക്കുന്നു, അതിനെപ്പറ്റിയും പറയുന്നു, നശിപ്പിച്ചു പോകുന്നു. ഫാസ്ബഹത്തു, അങ്ങനെ നിങ്ങൾ ആയിത്തീരുന്നു, മിനൽ ഖാസിരീൻ, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് അത് ആ കാഴ്ചപ്പാട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാതും കണ്ണും ജുരൂദും കാഴ്ചപ്പാടുകളും പൂർണ്ണമായി കാണേണ്ടി വരുമ്പോൾ അതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയാണ്. ഫസ്ബൈ യസ്ബിറു, അപ്പോൾ ക്ഷമിക്കുകയാണെങ്കിൽ, പന്നാറു നരകമാണ്, മസ്വാക്കും നിങ്ങളുടെ പാർപ്പിടം. പന്നാറു മസ്വാക്കും, നരകമാണ് നിങ്ങളുടെ പാർപ്പിടം. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നരകമായിരിക്കും നിങ്ങളുടെ പാർപ്പിടം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വരുന്ന ഓരോ കാര്യങ്ങളിലും ആവശ്യമായ നിയന്ത്രണം വരുത്തുകയും, ചിലത് കാണുകയും ചിലത് കാണാതിരിക്കുകയും, ചിലത് കേൾക്കുകയും ചിലത് കേൾക്കാതിരിക്കുകയും, ചിലത് പറയുകയും പറയാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, അങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് പന്നാറ് അവിടങ്ങളെല്ലാം ക്ഷമേണ്ടി വരികയാണെങ്കിൽ പന്നാറ് മസ്വാക്കും, അതങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇസ്തഅത്തി ഭൂ, അവർ പൂർണ്ണമായും തെറ്റും കുറ്റം ചെയ്യാത്ത മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഫമാഹുമിൻ, മാപ്പ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു. അപ്പം മാപ്പ് ജനിപ്പിക്കുന്നതിനും ഒക്കെ മനുഷ്യൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ആവശ്യമായി വരുന്നു. അപ്പോൾ കയ്യതിനാലും നമ്മൾ ഒരുക്കി വെക്കുന്നു. കയ്യതിനാലും സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, കരീൻ ഖുറന എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്ന അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം തയ്യരും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അലങ്കാരം ഉണ്ടാക്കുന്നു. മാബൈന ഐദീഹിം, അവരുടെ ഇടയിലുള്ള കൽപ്പനകൾ, മാ ഖൽഫഹും, അതിൻ്റെ മുമ്പിലുള്ളതും. അപ്പോൾ ഹക്ക അലൈഹിം, സത്യമായി പുലർന്നിരിക്കുന്നു. അലൈഹിമുൽ ഖൗലു, കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ. ഫീ ഉമമിൻ, ചില സമൂഹ കാര്യങ്ങൾ അത് ഹലത്ത്, അത് മിൻ ഖബലിഹിം, അവരുടെ മുൻഗാമികൾ അവരെ പറ്റി പറയുന്നു. മിനൽ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും. ഇന്നഹും കാനു ഖാസിരീൻ, അവരെല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുവിടുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങളിൽ തെറ്റുപറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകണം. അത് ഖലത്ത് മിൻ ഖബലിഹിം മിനൽ ജിന്നി വൽ ഇൻസി ഇന്നഹും കാനു ഖാസിരീൻ, അത് നഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഖാലല്ലദീന കഫറു, കാഫിറുകൾ പറയുന്നു, ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്. കാഫിറുകൾ പറയാണ്, ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്, ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. വൽഗൗ, നിങ്ങൾ ബഹളമുണ്ടാക്കുക, ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി. അല്ലാത്തൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേൾക്കാതിരിക്കാനോ പാടില്ല. അപ്പം അതുകൊണ്ട് അവർ പറയുന്നു, ഖാലല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ പറയുന്നു, ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്, ഖുർആൻ കേൾക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഖുർആൻ, സഹാബികളും അത് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ
അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ലാതസ്മാവ് നിങ്ങൾ കേൾക്കരുത്, കേൾക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കേണ്ടതില്ല. നബി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതും കേൾക്കേണ്ടതില്ല. എന്ത് പറഞ്ഞു കൊടുത്താലും അതൊന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാതസ്മാവിൻ്റെ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്നാണ് അവർ പറയുന്നത്. വല്ലവും അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ബഹളമുണ്ടാക്കുക, ലാലക്കും തരത്തിലും, അപ്പം നിങ്ങൾ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഖുർആനും ഇസ്ലാമും കേൾക്കാൻ പാടില്ല എന്നതാണ് അവരെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നിങ്ങൾ പ്രായോഗികമായാൽ നിങ്ങൾ മുഹമ്മദിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ കേൾക്കരുത് എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? കേൾക്കാതിരിക്കല്ലേ വേണ്ടത്? അതെ, അത് പാടില്ല. ഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളം വെച്ചേക്കണം. പോവും. അപ്പൊ ഖുർആനിന്റെ പ്രബോധനം പ്രയോജനപ്പെടുത്താതിരിക്കാൻ വേണ്ടി, വിജയിക്കാതിരിക്കാൻ വേണ്ടി അവർ കേൾക്കരുത് എന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പല നദീക്കല്ലതിനെ കഫറു, കാഫിറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രുചിക്കന്നല്ലതിനെ കഫറു, സത്യനിഷേധികളെ നിങ്ങൾ രുചിക്കരുത്. അദാബൻ ശരീദൻ, ശക്തിയായ ശിക്ഷ. വലജിസിയന്നഹും, നിങ്ങൾ അവരെ സംതൃപ്തമാക്കുക. അസ്വല്ലതീ കാനു യമരൂൻ, അസ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ അവസ്ഥ. അല്ലതി എന്നുള്ള അവസ്ഥയാണ് കാനു യമരൂൻ, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അതിൽ മുഹമ്മദ് നബിക്ക് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ മുഹമ്മദ് നബി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പറയാതില്ലെങ്കിൽ അവരെല്ലാവരും എഴുന്നേറ്റ് പോകണം. അങ്ങനെ അവസാനം മുഹമ്മദ് നബിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അസ്വാല്ലദീന സൂഖുതന ചീത്ത വാക്കുകൾ, ചീത്ത സംസാരം, ചീത്ത പ്രസംഗം, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ആകുമ്പോൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ വാക്കുകൾ, അതിൻ്റെ പ്രതിഫലം അന്നാറ് നരകമാകുന്നു. ലഹും അവർക്കുണ്ട് ഫീഹ, അവിടെ ദാറുൽ ഖുൽദി, ശാശ്വതമായ വീട്. ദാറുൽ ഖുൽദി, ശാശ്വതമായ വീട്. ജസാഅൻ, അത് പ്രതിഫലമാണ്. മാക്കാനു ബിആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ യജ്ഹദൂൻ, അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാമിന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ജനങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ ദാറുൽ ഖുൽദ്, ശാശ്വതമായ വീട്, ശാശ്വതമായ വീടുകൾ. ജസാഅൻ ബിമാ കാനൂ യജ്ഹദൂൻ, അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയാണ്, റബ്ബന, ഞങ്ങളെ നാഥ, അരിന, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അല്ലദീന അവല്ലാന, അല്ലദീന ഞങ്ങളുടെ ആളുകളാണ്, അവല്ലാന വഴിപിഴപ്പിക്കുന്നു, ജിന്നുകളിൽ നിന്ന്, വലിൻസി മനുഷ്യരിൽ നിന്നും, ആ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഞങ്ങളെ കാണിച്ചു തരണം. അപ്പോൾ കാലല്ലദീന കഫറു, കാഫിറുകൾ പറയാണ്, റബ്ബന, നാഥ, അരിന, ഞങ്ങളെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അല്ലദീന, ചില ആളുകളെ, ഞങ്ങളുടെ ആളുകളാണ്, അവല്ലാന, അവർ നമ്മളെ വഴിപാട്ടിച്ചിരിക്കുന്നു, മിനൽ ജിന്ന്, ജിന്നുകളിൽ നിന്നും, വൽഇൻസി, മനുഷ്യരിൽ നിന്നും, നജിഅൽ ഹുമ, അവരെ നമ്മളാക്കുന്നു, തഹത്ത അഖ്ദാബിന, നമ്മുടെ കാറ്റുകൊട്ടിലാക്കട്ടെ, ഈ യക്കൂന, അവരാകാൻ വേണ്ടി, നീചന്മാരായ ആളുകളെ ഞങ്ങളുടെ കാൽക്കടിയിലേക്ക് ആക്കോട്ട എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പറ്റി പറയാൻ പാടില്ല എന്നാണ് ഉള്ളതെങ്കിൽ പോലും അവർ പറയാണ്, ലാത്തജിയാലു, ഞങ്ങൾ റബ്ബന, നാഥ, അരിനല്ലതൈന അവല്ലാന, അരിനല്ലതൈന്, രണ്ടാളുകളെ ഞങ്ങൾ കാണിച്ചു തരണം. രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ അവല്ലാന, അവർ രണ്ടുപേരുമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. മിനൽ ജിന്നുകളിൽ നിന്നും ഇൻസിൽ നിന്നും, മനുഷ്യനിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് പറയാണ്, നജിഅൽ ഹുമ, ആ രണ്ട് വിഭാഗത്തെ ഞങ്ങൾക്ക് ആക്കിത്തരണം. തെഹത്ത അഖ്ദാമിന, നമ്മുടെ കാൽപ്പാടുകളെ,
നമ്മുടെ ഞങ്ങളുടെ കാലടിയിലേക്ക് അവരെ കാക്കി തരണം. ഈ യക്കൂന ഞങ്ങൾ അവരെ താഴ്ത്തട്ടെ മിൽ അസ്ഫരിയിൽ പാപന്മാരുടെ അസ്ഫരി എന്ന് പറഞ്ഞാൽ അധമന്മാർ, പാപികൾ, മോശക്കാർ എന്നൊക്കെയാണ് അർത്ഥം. അത്തരം ആളുകളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലിൻ്റെ അടിയിലേക്ക് ആക്കിക്കൊണ്ട ഞങ്ങൾ അയാളെ ചവിട്ടി താഴ്ത്തട്ടെ എന്ന് പറയും. അപ്പം ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യം വരുമ്പോഴും അവർ ഇസ്ലാമിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയാസങ്ങളാണ് മുഹമ്മദ് നബി അവർക്ക് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ കൊണ്ട് കഴിയാതെ പോകുന്നുവെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്, ഖുർആനിൻ്റെ കുറ്റമല്ല. ഇതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ എങ്ങനെയാണ് നബി മക്കയിലും മദീനയിലൊക്കെ പ്രബോധനം ചെയ്തതെന്ന് കാണാൻ കഴിയും. മക്കയിലെ 22 കൊല്ലക്കാലം മക്കായിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 13 കൊല്ലക്കാലം ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവരെ പഠിപ്പിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും നബി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതിൽ നിന്ന് അല്ലാഹു തആല വളരെ ഗൗരവപൂർവ്വം പഠിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ സൗകര്യപ്പെട്ടൊരു കാര്യം ലാതസ്മഉ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളമുണ്ടാക്കണം. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ അവരെ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അതിജയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഖുർആൻ കേൾക്കാതിരിക്കുക. അത് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാതിരിക്കാൻ എന്ത് മാർഗമേ ഉള്ളൂ, ജനങ്ങൾ വർത്തമാനം പറയുമ്പോൾ അവിടെകളെല്ലാം ബഹളമുണ്ടാക്കുക. ഇങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി നബി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തുമാത്രം പ്രയാസത്തോടു കൂടിയാണ് അവർ പ്രതിരോധിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.